നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ തിരിച്ചറിയപ്പെടാത്തവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അവർ ഇവിടെ ഈ മണ്ണിൽ ഒരുമിച്ച് അന്തിയുറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കുഴിച്ച കുഴിമാടത്തിൻ്റെ കബറിടങ്ങളുടെ എണ്ണം 31 ആയിട്ടുണ്ട്. രണ്ടെണ്ണം അധികമായി ഇപ്പോൾ കുഴിച്ചിരിക്കുന്നു. 31 കബറിടങ്ങൾ ഇപ്പോൾ കുഴിച്ചിട്ടുണ്ട്. ഈ 64 സെൻറ്റ് ഭൂമിയിൽ, ഹാരിസൺ മലയാളത്തിൻ്റെ 64 സെൻറ്റ് ഭൂമിയിൽ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുത്തുമല ദുരന്തം പൂർണ്ണമായും നക്കിത്തുടച്ചു പോയ ഒരു ഭൂമിയാണ്. പിന്നീട് ഇവിടെ പച്ചപ്പിൻ്റെ പുൽനാമ്പുകൾ കിളർത്തു വന്നു ഈ വർഷങ്ങൾക്കിപ്പുറം 2019 ശേഷം. പക്ഷേ അത് സമാനമായ അതിനേക്കാൾ ഭീകരമായ മറ്റൊരു ദുരന്തം, അതിനകത്ത് ഇരയായ മനുഷ്യർക്ക് അന്ത്യവിശ്രമം ഒരുക്കാൻ ഈ ഭൂമി ഉണ്ടാകുമെന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യൻ പോലും സ്വപ്നത്തിൽ പോലും നനയ്ക്കാത്ത ഒരു കാര്യമാണ്. അവിടെയാണ് ഇനി അല്പസമയത്തിനകം ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രദേശം ഉൾക്കൊള്ളുന്ന കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ പള്ളിവയലുണ്ട്. ജഷീറെ, അങ്ങേറ്റം ഒരു കാഴ്ചകളാണ്. തൊട്ടപ്പുറത്ത് മുണ്ടക്കൈയിലായാലും പുഞ്ചിരിമുട്ട, ഇപ്പോൾ ഇവിടെയും അങ്ങേയറ്റം നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന ഒരു കാഴ്ച. ഒരു പൊതുപ്രവർത്തകർക്ക് അഭിമുഖീകരിക്കേണ്ട ഒരുപാട് പാഠങ്ങളും അതോടൊപ്പം തന്നെ അനുഭവങ്ങളും ഉണ്ടാകും. പക്ഷേ ഞങ്ങളൊക്കെ ചെറുപ്പമാണ്. ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളോ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിത കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ഓർമ്മകളോ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വിശ്വസിക്കുന്ന വിശ്വാസ ദൈവങ്ങളോടൊക്കെ പറയുന്നൊരു സാഹചര്യം. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പ കാലഘട്ടം മുതൽ ഈ പ്രദേശത്തേക്ക്, എൻ്റെയൊക്കെ ഉമ്മയുടെ ഫാമിലി ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ വലിയ എന്ന് ഉദ്ദേശിക്കുന്നത് വയനാട് ജില്ലക്കകത്ത് വ്യാപിച്ചു കിടക്കുന്ന ആളുകളുമായിട്ട് കല്യാണം കഴിച്ചും കൊണ്ടുപോയും കൊണ്ടുവന്നുമൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ അന്നത്തെ സഞ്ചാരമായ ജീപ്പിലൊക്കെ വന്ന് ഈ പ്രദേശത്ത് വന്ന് കല്യാണം കൂടിയും അതോടൊപ്പം തന്നെ കളിക്കളത്തിൽ കളിക്കാരുമായി വന്ന് കളിച്ചും അവിടെയുള്ള ആളുകളുമായി എല്ലാ രീതിയിലും സൗഹൃദം പുലർത്തിയ ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ എൻ്റെ പ്രദേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ ആരംഭിക്കുന്നത് മേപ്പാടി ടൗണിൻ്റെ ഒരു അഗ്രഭാഗത്ത് നിന്ന് അങ്ങോട്ടാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ചെയർമാൻഷിപ്പ് എന്ന നിലയിൽ ഞങ്ങൾ ഈ പ്രയാസം, പ്രതിസന്ധി അറിഞ്ഞ ആ സമയം തന്നെ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അവിടെയുള്ള സൗകര്യങ്ങൾ പ്രിയപ്പെട്ടവർക്കൊക്കെ കാണാവുന്നതാണ്. പക്ഷെ അതിനെല്ലാം ഞങ്ങൾ സജ്ജരായി അവിടെ HMC ഫണ്ടുകളും അതോടൊപ്പം അനുബന്ധമായി ലീവ് എടുത്തു പോയ ആരോഗ്യ ആളുകളെ, പ്രവർത്തകരെയും ഒക്കെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഭൂമിക്കകത്ത് 2019 പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പറഞ്ഞതുപോലെ 2019 ഈ പ്രദേശത്തേക്ക് കടന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. കള്ളാടി മക്കാമിൻ്റെ പ്രദേശത്താണ് ഞങ്ങളൊക്കെ വന്ന് തിങ്ങി നിന്നത്. ഇങ്ങോട്ട് വരാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഈ മണ്ണിലേക്ക് ഇപ്പോൾ ഇവിടെ താമസ യോഗ്യമായ പ്രദേശമല്ല. പക്ഷേ ഇവിടെ ഒരു 10-31 പേര് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ അന്ത്യവിശ്രമം കൊള്ളാൻ പോവുകയാണ്. ഇവിടെ ഇതുപോലെ 31 310 അപ്പുറത്തുള്ള കുടുംബാംഗങ്ങൾ ഇന്ന് വേദന കൊണ്ട് പൊളയുന്നൊരു സാഹചര്യം ക്യാമ്പുകളും അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രദേശത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം അവസാനിച്ച വാക്ക് വീണ്ടും എടുക്കുമ്പോൾ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇത് കാണാൻ കേട്ടുകേൾവിയില്ലാത്തൊരു സാഹചര്യമാണ്. പ്രവർത്തന മികവും കാഴ്ചവെക്കേണ്ട ചെറുപ്പമാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഞങ്ങളൊക്കെ ഇടറിപ്പോകുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള മനുഷ്യ സഹജീവികളുടെ അവസ്ഥ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. കർണാടകയിൽ നമ്മുടെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ വേദനയെ നമ്മൾ നെഞ്ചിലേറ്റി അതിൻ്റെ പിന്നിലായിരുന്നു നമ്മളൊക്കെ. പക്ഷേ ഇങ്ങനെ ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ഇങ്ങനൊരു പ്രയാസമുണ്ടാകുമെന്ന് ഒരിക്കലും ഒരു പ്രയാസം എന്ന് പങ്കുവെക്കാനുള്ളത്, ചൂരൽമല പ്രദേശത്തേക്ക് ഈ ആദ്യ ദിവസം പുലർച്ചെ 3:45 നമ്മൾ പോകുന്ന സമയത്ത് അന്ന് വൈകിട്ട് വരെ നമ്മൾ അറിഞ്ഞ വാർത്ത എന്നത് ചൂരൽമലയിലെ പ്രാന്തപ്രദേശത്ത് ഈ ദുരന്തം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഉരുൾപൊട്ടലിൽ നമ്മൾ അനുഭവിക്കുന്നു. പക്ഷേ മുണ്ടക്കൈ പ്രദേശം ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഗ്രീൻ വാലി റിസോർട്ടിലെ ആളുകൾ തിങ്ങി അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അവർക്ക് 100-ലധികം ആളുകളിൽ അവർക്ക് ഭക്ഷ്യ പദാർത്ഥങ്ങൾ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു നമുക്ക് കിട്ടിയ അറിവ്. നമ്മൾ കാണുന്ന ചൂരൽമല പള്ളിയുടെ പരിസരം വരെ ഞങ്ങളൊക്കെ പോകാൻ കഴിയുന്ന രീതിയിൽ സേന വരുന്നതിന് മുമ്പ്, NDRF വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് ഇരിച്ചു കയറുന്നൊരു. പക്ഷേ പിറ്റേന്ന് രാവിലെയാണ് മുണ്ടക്കൈയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നടന്നത് എന്നൊരു വാർത്ത നമ്മൾ അറിഞ്ഞത്. എനിക്കിപ്പോഴും ആ പ്രയാസം, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ച് മുമ്പ് മുണ്ടക്കൈയും ഇതുപോലെ വലിയ പ്രയാസം അനുഭവിക്കുന്ന
ദുരന്തത്തിൻ്റെ തുടക്കം അവിടെയാണ് വ്യാപിച്ചത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ചൂരൽമല പള്ളിക്ക് മുമ്പിൽ വരെ എത്തിയ ഞങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് ചിലപ്പോൾ മുണ്ടക്കൈയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നത് ഈ സാഹചര്യത്തിൽ പങ്കുവെക്കുകയാണ്. തീർച്ചയായും ഫിജി, കാരണം അങ്ങേറ്റം വേദനാജനകമാണ്. കാരണം ജഷീറിൻ്റെ വാക്കുകളൊക്കെ നമ്മളെ കൂടി കരയിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ജഷീർ പറഞ്ഞൊരു വാക്ക് ഞാൻ അതിൽ നിന്നും കടമെടുത്തൊരു വാക്ക് പറയുകയാണ്. കാരണം ഷിരൂരിൽ അർജുൻ കാണാമറത്തിരിക്കുന്ന സമയത്ത് അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് മുണ്ടക്കൈയിലിരുന്ന് പ്രാർത്ഥിച്ച മനുഷ്യരുണ്ട്. അർജുന് വേണ്ടി, ഷിരൂരിലെ അർജുന് വേണ്ടി കാണാമറയെത്തിരിക്കുന്ന അർജുൻ, അതിൽ നിന്നും പുറത്തുനിന്ന് അർജുനെ കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച മനുഷ്യർ ഇന്ന് മണ്ണിനടിയിൽ പുതഞ്ഞ് കാണാമറയെത്തിരിക്കുകയാണ്.